ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പാലിന് പകരം കുടിക്കാം ഈ പാനീയങ്ങൾ. പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലും അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് ശരീരത്തിന് ഫലപ്രദമായി ദഹിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ലാക്ടോസ് ഇൻടോളറൻസ്. ഇതുമൂലം പാൽ കുടിച്ച ശേഷം വയറിളക്കം, ഓക്കാനം, വയറുവേദന എന്നിവയുണ്ടാകാം. ലാക്ടോസ് ഇൻടോളറൻസ് മൂലം പാലോ പാൽ ഉൽപ്പന്നങ്ങളോ പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാര്യമില്ല. പാൽ ഉപയോഗിക്കേണ്ട രീതിയിൽ അല്പം മാറ്റം വരുത്തിയാൽ മതിയാകും. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് കാൽസ്യവും വിറ്റാമിൻ ഡിയും ലഭിക്കാൻ ഓറഞ്ചും ബ്രക്കോളിയും ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും നട്ട്സും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ലാക്ടോസ് ഇൻടോളറൻസിന് ഉള്ളവർക്ക് പാലിന് പകരം കുടിക്കാവുന്ന ചില പാനീയങ്ങളെ പരിചയപ്പെടാം. 1. ബദാം പാൽ. പൊടിച്ച ബദാം, വെള്ളം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ബദാം പാൽ കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുൾപ്പെടെയുള്ള വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് നിറഞ്ഞതാണ്. ബദാം പാലിൽ കലോറിയും കുറവാണ്. അതിനാൽ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്താം. 2. സോയ പാൽ. കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, പ്രോട്ടീൻ തുടങ്ങിയവ അടങ്ങിയതാണ് സോയാപ്പാൽ. അതിനാൽ ഇവയും ഡയറ്റിൽ ഉൾപ്പെടുത്താം. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയരോഗം മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കും. 3. ഓട്സ് പാല്. കാൽസ്യം, വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12 എന്നിവ ഉൾപ്പെടെയുള്ള വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയതാണ് ഓട്സ് പാൽ. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പാലിന് പകരം ഇവ കുടിക്കാവുന്നതാണ്. 4. കശുവണ്ടി പാൽ. കശുവണ്ടി വെള്ളത്തിൽ ലയിപ്പിച്ച് ഉണ്ടാക്കുന്ന കശുവണ്ടി പാലും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് കുടിക്കാവുന്നതാണ്. കശുവണ്ടി പാലിൽ കലോറി കുറവാണ്. കൂടാതെ പ്രോട്ടീനും മറ്റ് വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കും. 5. തേങ്ങാപ്പാൽ ഉയർന്ന അളവിൽ നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് തേങ്ങാപ്പാൽ. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം.